അയ്യോ, ഈ കാർ വരെ സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ ലത പിള്ളേരെയും കൂട്ടി ഇനി എപ്പോ വരുമോ എന്തോ. ആരിത് ഈ പാതിരാത്രിയിലൊക്കെ വിളിക്കുന്നത്? ഹലോ, ഹലോ, ഞാനാ സംസാരിക്കുന്നത്. നിങ്ങൾ ആരാ? ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അറിയാനാ? നിങ്ങളെ പേരെന്തുവാ? ഞാൻ ലത. ആ, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ മുമ്പ്. അയ്യോ, എന്റെ ഭാര്യ. ആ, ലത മോളെ, പറ മോളെ, എന്താ കാര്യം? ചേട്ടാ, നിങ്ങൾക്ക് ഇത്രയ്ക്കും ധൈര്യമോ എന്റെ പേര് മറക്കാന്? എന്റെ പേര് പോലും ഓർമ്മയില്ലേ? ഇവിടെ നിന്ന് പോയിട്ട് ആകെ 1 മണിക്കൂർ പോലും തികഞ്ഞില്ല, അപ്പോഴേക്കും എന്റെ പേര് മറന്നു നിങ്ങള്. സോറി മോളെ, ഞാൻ എങ്ങനെയാ നിന്റെ പേര് മറക്കുക? അത് ഞാനിപ്പോ ഇവിടെ കുറച്ച് തിരക്കിലല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ആര് വിളിച്ചതെന്ന് അറിയാത്തതാ. അല്ല നിഷ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെയല്ലേ ഉണ്ടായത്? എന്നിട്ട് ഇപ്പൊ എവിടേക്കാ പോയത്? അവിടെ നിന്നിട്ട് വല്ല കാര്യമൊന്നുമില്ലാന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ തിരിച്ച് കാറിലോട്ട് തന്നെ വന്നു. ഇവിടെ കാർ ശരിയാക്കാന്ന് വിചാരിച്ച്. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി ചേട്ടാ? കാറ് ശരിയായോ? ഇല്ല മോളെ, അത് ശരിയൊന്നും ആയില്ല. കാറ് ശരിയാക്കാൻ വേണ്ടി തന്നെയാണ് പോയത്, അല്ല വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പോയതാ? ഇനി എത്ര സമയം എടുക്കും കാറ് ശരിയാക്കാൻ വേണ്ടിട്ട്? അത് പിന്നെ അല്ലാതെ ഇനിയൊരു 2-3 മണിക്കൂറെങ്കിലും എടുക്കും. ആ, അത് പോട്ടെ, നമ്മുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ആ വീട്ടിൽ ആരെങ്കിലും കണ്ടോ? അവിടെ ആരാ താമസിക്കുന്നത്? ഇവിടെ ഇപ്പൊ ആരാ? ഇവിടെ ഇപ്പൊ കുറച്ച് പ്രേതങ്ങളും ഭൂതങ്ങളും ഉണ്ടെന്നാ പറയുന്നത് കേട്ടത്. നമ്മൾ വന്ന് പെട്ടത് തന്നെ ഒരു പ്രേത വീട്ടിലേക്കാ. എന്താണ് നീ പറഞ്ഞത്? പ്രേത വീടോ? ഇനി അവിടെ കുറെ സമയം ഒന്നും നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ വാ. ഓ പിന്നെ, ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. ഒന്ന് പോയ ചേട്ടാ. ചേട്ടനെ പെട്ടെന്ന് കാർ ശരിയാക്ക്, അപ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്കാം. ഇവിടെ ഒന്നും കുറെ സമയം നിൽക്കാനൊന്നും പറ്റില്ല. ഞാൻ ഫോൺ വെക്കുവാണേ. പെട്ടെന്ന് തന്നെ കാർ ശരിയാക്കി വാ. ആ, ശരി മോളെ. ഈ മനുഷ്യൻ കാർ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് 2 മണിക്കൂറല്ലോ പോയിട്ട്. ഇതുവരെ കാറൊന്നും ശരിയാക്കിയിട്ട് കാണുന്നില്ല. ഇനി എപ്പോഴാണാവോ ഇങ്ങനെ കാർ ശരിയാക്കി കൊണ്ടുവരുന്നത്? ഇവളെ എപ്പോ വിളിച്ചാലും ഒരു ശല്യം തന്നെ. ഒന്ന് കാർ ശരിയായോ എന്ന് ചോദിച്ചിട്ട് സമാധാനത്തോടെ സംസാരിക്കോ? അതും ഇല്ല. ഈ കാറാണെങ്കിലോ അത് ശരിയാവുന്നുമില്ല. ഇനി എപ്പോഴാണോ ഈ കാറൊന്ന് റെഡിയായി കിട്ടുന്നത്? ഈ കാറിന് ഇത് എന്ത് പറ്റിയതായിരിക്കും? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഈ കാറിന്റെ പ്രശ്നം എന്തായിരിക്കും? പുറത്ത് ഒന്നുമായിട്ട് കാണുന്നില്ല, അകത്തും കാണുന്നില്ല. ഇനിയിപ്പോ ബോണറ്റിനകത്ത് വല്ലതും പറ്റിയിട്ടുണ്ടാവോ? നേരെ മറ്റേ കാർ എടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോ എല്ലാം ലത കാരണം. ഷോ, നല്ല രാശിയുള്ള കാറ്, മറ്റേടുത്ത കാറ്, അങ്ങനത്തെ കാറ്, ഇങ്ങനത്തെ കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാർ എന്നെ എടുപ്പിച്ചു. എന്നിട്ടിപ്പോ എന്തായി? നടു കാട്ടിൽ വന്ന് വെട്ടു. ഈ കാട്ടിൽ പെടുന്നതിന് പകരം വല്ല കടയുടെ മുന്നിലോ മറ്റോ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവിടെ നിന്നാണെങ്കിൽ ചായയൊക്കെ കഴിച്ചുകൊണ്ടേയിരിക്കായിരുന്നു. ഇതിപ്പോ നടു കാട്ടിൽ വന്ന് വിട്ടു. ഇവിടാണേലോ ഒരു മനുഷ്യനുമില്ല. ഹായ്, അവസാനം ഒരു മനുഷ്യ കുഞ്ഞിനെ കണ്ടല്ലോ. ചേട്ടാ, ഇവിടെ എവിടെയെങ്കിലും കാർ റിപ്പയർ ചെയ്യുന്ന കടയുണ്ടോ? ആ, എനിക്കറിയില്ല. ഞാനൊരു വഴി പോക്കനാ. അല്ല, ചേട്ടൻ എന്തിനാ ഇങ്ങനെ മാസ്കും പർദ്ദയൊക്കെ ധരിച്ച് നടക്കുന്നത്? എന്റെ വേഷം ഇതാ, അതാ ഞാനിങ്ങനെ. ചേട്ടന്റെ വീട് എവിടെയാ? എന്റെ വീട് ദേ ആ മലയുടെ അപ്പുറത്താ. ആ മലയുടെ അപ്പുറത്തോ? ആ വലിയ വീടോ? ആ, അത് തന്നെ, ആ വലിയ വീട് തന്നെ. അയ്യോ, അവിടെ പ്രേതാണല്ലോ. അവിടെ എങ്ങനെയാ ചേട്ടൻ താമസിക്കുന്നത്? എനിക്ക് പ്രേതങ്ങളുടെ പേടിയൊന്നുമില്ല. ചേട്ടൻ വലിയൊരു സംഭവം. ഹിഹിഹിഹി. ഞാൻ വലിയ സംഭവമൊന്നുമല്ല. അവിടെ ആ വീട്ടിൽ താമസിക്കുന്ന അവരുടെ മകനാ ഞാൻ. അയ്യോ, ആ വീട്ടിൽ മനുഷ്യന്മാർ ആരും താമസിക്കുന്നില്ലല്ലോ. അയ്യോ, അപ്പൊ ചേട്ടനെ പ്രേതാണോ? അയ്യോ അയ്യോ അയ്യോ. വഴിന്ന് മാറി നില്ലടാ അങ്ങോട്ട്. എനിക്ക് തന്നോട് സംസാരിക്കാനൊന്നും സമയമില്ല. എന്റെ വീട്ടിലോട്ടെ കുറെ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്, അവരൊന്ന് സൽക്കരിക്കണം. അയ്യോ, ഇവനും ആ വീട്ടിലേക്ക് തന്നെയാണല്ലോ പോയത്. അവിടെ മൊത്തം പ്രേതാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇതും പ്രേതന്നല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവര് എങ്ങനെയായിരിക്കും അവരെ സൽക്കരിക്കുന്നു പറഞ്ഞത്? എങ്ങനെയായിരിക്കും അവരെ സൽക്കരിക്കുക? അയ്യോ, ലതയ്ക്കൊന്ന് വിളിച്ചു നോക്കാം. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാം.